വെറും ലൈൻമാൻ അല്ല, കൊട്ടാരൻ ലൈൻമാനാ. പിന്നെ ഇവിടുത്തെ പോലെ ചെതല് നിന്ന് അടിനുറുങ്ങിയ പോസ്റ്റിലൊന്നും വലിഞ്ഞു പടഞ്ഞ് കേറണ്ട. എല്ലാം അണ്ടർഗ്രൗണ്ട് ലൈനല്ലേ. ഒരു പണി ചെയ്യാതെ ശമ്പളം കിട്ടുന്നത്. അതാണ് സത്യം. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വേണമെന്ന് മാത്രമേ ഉള്ളൂ. കറണ്ട് പോകുന്ന പ്രശ്നമേ ഇല്ലല്ലോ. അമേരിക്കക്കാരൻ ബോംബിട്ട് നോക്കി കറണ്ട് ഒന്ന് കളയാൻ. ബൾബൊന്ന് ചിമ്മുക പോലും ചെയ്തില്ല. അല്ല ചേട്ടാ, ഈ അമേരിക്ക ബോംബിട്ടതും യുദ്ധം ചെയ്തതൊക്കെ കുവൈറ്റിലല്ലേ? ആ ചേട്ടൻ ദുബായിലായിരുന്നില്ലേ? എടാ, കുവൈറ്റും ദുബായ് എന്നൊക്കെ പറഞ്ഞാ നിന്റെ വീടും എന്റെ വീടും പോലെ അടുത്തടുത്ത സ്ഥലങ്ങളല്ലേ. ഇവന് വല്ല വിവരമുണ്ടോ? വെറുതെ മാസത്താണെന്ന് പറഞ്ഞ നടക്കും. അല്ല. ഓ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കാര്യം. 2 വയറങ്ങ് പിരിക്കണമെങ്കിൽ കൈയുറ വേണം, കാലുറ വേണം. ഇനി എന്തൊക്കെ ഉറ വേണോ? താനങ്ങ് മാറുന്നേ. അല്ല അത് ഞാൻ കൊണ്ടുപോവാ. ഇതുകൊണ്ടാണോ പണിയുന്നത്? ആ ഓൺ ചെയ്യേ. അല്ല അത് നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ പണി തുടങ്ങിയതാ നാരായണൻകുട്ടി. നീ ഓൺ ചെയ്യേ. അപ്പൊ ഓൺ ചെയ്യട്ടാ? ധൈര്യമായിട്ട് ഓൺ ചെയ്യടേ. എന്തോ ചേട്ടാ, ഇപ്പൊ സമാധാനമായല്ലോ. ഒരു ലൈനേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 3ഉം പോയി. ചേട്ടൻ വീട്ടിൽ പോയേ? വീട്ടിൽ പോയേ? അയ്യേ. നിഷാദ അമ്മായി, സുഭദ്രമ്മായി, എവിടെ പോയി കിടക്കുക? അമ്മായി, രാവിലെ ഇത് ഏതായി കുരിശ്? രാധ, ദേവകിയുടെ മോള. ഓ, ഞാൻ കുഞ്ഞിലെ എങ്ങാണ്ട് കണ്ടതാ. ഇവളെ പേടിച്ചാണ് മാവാ സത്യമായി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങളെല്ലാരും കൂടി ഇവിടെ ഇരിക്കായിരുന്നോ? എന്റെ കുമാരേട്ടൻ ഇവിടെ? ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ടല്ലോ. ഓ, എനിക്കത് മതി. അയ്യോ, പാർവതിയും ലക്ഷ്മിയും ഒക്കെ എന്തോരങ്ങ് വളർന്നു പോയി. ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പാ വിളിച്ചേ. ഇനി ഞാനും തിന്നോട്ടെ. എന്താ അത്? ഇതോ നാരങ്ങ മുട്ടായി. അയ്യോ, ഇതാര്? ഞങ്ങളുടെ അച്ഛൻ ചത്തുപോയ നാരായണൻകുട്ടി മാവനോ? അയ്യോ, സോറി, അറിഞ്ഞില്ലേ. രാജേച്ചിക്ക് ഭയങ്കര ക്ഷീണമാണല്ലോ. അയ്യോ, എനിക്കിപ്പോ തീരെ വിശപ്പില്ല. കണ്ടാലും തോന്നും. അതെ, കുട്ടിമാവൻ വന്നിട്ട് ഒന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ താറാമ്പട്ട പുഴുങ്ങിയത്, അലുവ വിളയിച്ചത് എല്ലാം ഉണ്ട് പെട്ടിക്കകത്ത്. ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ടെടുത്ത് തരാം. ഇന്നൊന്നും വേണ്ട, നാളെ മറ്റന്നാളൊക്കെ എടുത്ത് തന്നാ മതി. ഞാനിന്ന് വന്നതല്ലേ ഉള്ളൂ. ഓ, അപ്പൊ സ്ഥിരതാമസത്തിന് അങ്ങനൊന്നുമില്ല, ഒരു 2-3 മാസം. അയ്യോ, അതെന്താ? വേറൊന്നും കിട്ടിയില്ലേ? ഇതാണോ ഇവിടുത്തെ യൂണിഫോം? ഇതെനിക്ക് കുട്ടിമാമൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ എത്ര ദിവസവും ഞാൻ കാത്തിരിക്കുന്നു. ഇനി ഞാൻ കുമാരേട്ടനെ കൊണ്ടേ പോകും. നീ എന്നെ കൊണ്ട് പോവില്ലേ? കോളേജിൽ പോവാ. ചേച്ചിക്ക് എന്താ പാലിനോട് ഇത്ര താല്പര്യം? പാല് കുടിക്കാനുള്ളതല്ലേ, അതെന്തിനാ വെറുതെ വെച്ച് തണുപ്പിക്കുന്നത്? അധിക നേരം വെച്ചിരുന്നാലേ തൈരായി പോവും, അറിയാമോ? പോയിട്ടോ. കുടിക്കാൻ എന്താ വേണ്ടത്? പാല് തന്നെ ആയിക്കോട്ടെ സുഭദ്രേ. സെക്കൻഡ് ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും. ഓടാ അവിടുന്ന് നീർക്കോലി. ഞാൻ പോവാം. പാല് ഇന്ന് മഴ ഉറപ്പാ. എന്ത് കാറ്റാ! എന്നാ കറണ്ട് ഇപ്പൊ പോവും. അതെന്താ? ഇവിടെ അങ്ങനാ, കാറ്റ് വന്നാ കറണ്ട് അപ്പൊ പോവും. ലൂസ് കോണ്ടാക്റ്റാ. ഈ പാൽ ആർക്കമ്മായി? കുട്ടിമാവനായിരിക്കും അല്ലേ? ഇതൊന്നും കൊണ്ടുപോയി കൊടുക്കാവോ? പിന്നെന്താ, തരൂ. എന്റെ കൈയും കാലും പറയ്ക്കും. ഇങ്ങോട്ട് അടുത്തേക്ക് വരൂ. അയ്യോ,
പാതിരാത്രിയിൽ പാലുമായി വന്നൊരു പാവം പിടിച്ച പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നതാണോ കുട്ടിമാമ നിങ്ങളുടെ കുലീനത്വം? ഞാനിനി എന്റെ അമ്മായിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? വയസ്സായിട്ടും പഴയ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല അല്ലേ? സുഭദ്രേ, ഞാൻ ഇറങ്ങിപ്പോടി, പോരുത്, ഇറങ്ങിപ്പോ. ഒടുക്കത്തെ കറണ്ട് നോക്ക്. ഞാൻ പണ്ടേ ഈ പോസ്റ്റ് എനിക്ക് പാരയാ. എന്റെ ജീവിതം തൊലച്ചതേ ഈ ന്യൂസ് കോണ്ടാക്ടാ. പിന്നെ ഇത് ഞാൻ ഈ ശരിയെ അയ്യോ ഭഗവാനെ, ഏഴ് താഴെ പോയല്ലോ. പിന്നെ നീ എനിക്ക് പാരയായല്ലോ. ഞാൻ എങ്ങനെ താഴെ ഇറങ്ങാൻ പോകുന്നു? നമ്മൾ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ ഈ നാട്ടില് മറ്റാരെക്കാളും മേലെയാ നാരായണൻകുട്ടി ചേട്ടൻ. അതേടാ, എല്ലാരെക്കാളും മേലെയാ ഞാനിപ്പോ. അയ്യോ ചേട്ടാ, ചേട്ടൻ എന്ത് പറ്റി? അതൊക്കെ പിന്നെ പറയാം. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നീ ആ ഏരിയെടുത്ത് എന്നെ ഇവിടുന്ന് ഇറക്ക്. അതിനു മുമ്പ് ഒരു കാര്യം സമ്മതിക്കണം. എന്ത് വേണമെങ്കിലും സമ്മതിക്കാം. ചേട്ടൻ പ്രസിഡന്റ് ആവണം. പ്രസിഡന്റ് അല്ല, പ്രധാനമന്ത്രി വേണമെങ്കിലും ആകാം. ആദ്യം നീ എന്നെ ഇവിടുന്ന് താഴെ ഇറക്ക്. റെഡി? ചേട്ടൻ ഇറക്ക്. എന്നെയൊക്കെ സൂക്ഷിച്ച് വെക്കണേ. ചേട്ടാ പതുക്കെ പതുക്കെ ഇറക്കണം. പെണ്ണും അലൂമിനിയായിട്ട്. സമാധാനമായി. അപ്പോ പ്രസിഡന്റ് ആവുന്ന കാര്യം? പ്രസിഡന്റ്? അതെ, അമ്പല കമ്മിറ്റി പ്രസിഡന്റ്. അയ്യേ, ഞാനെങ്കില്ല. ഓം അമരീ കമരീ ഭാര ഭ്രമരീ മുഖരീ കൃതം ദൂരിതേതു ദുരിതം ഗൗരീ ചരണ പങ്കജം. സ്വന്തം ഭാര്യയല്ലേ? പിന്നെ എന്നിട്ടാണോ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാത്തത്? അടുത്തു വരുന്നില്ല, കൂടെ കിടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോ എന്തോ കുഴപ്പമുണ്ടല്ലോ. അതൊന്നും പറയാതിരിക്കുന്നതാണ് സ്വാമി നല്ലത്. സൂക്ഷിക്കണം. ഭാര്യയോ? അല്ല, മരുന്ന് വളരെ സൂക്ഷിക്കണം. ബുദ്ധിസ്ഥ വ്യക്തിക്കല്ലാതെ മറ്റാർക്കും കൊടുക്കരുത്. ആര് കഴിച്ചാലും ആഗ്രഹം നടന്നേ അടങ്ങൂ. കഴിച്ചയാളിന്റെ മുന്നിൽ അന്യരും ബന്ധുക്കളും പോകാതെ സൂക്ഷിക്കണം. ബന്ധം മറന്നുപോകും. എല്ലാം സ്വന്തമെന്നേ കരുതൂ. അതുകൊണ്ട് സൂക്ഷിക്കണം. അതൊക്കെ സൂക്ഷിച്ചോളാം. സംഭവം ഏൽക്കുമല്ലോ. എന്താ സംശയം? അച്ചട്ട. ഇതെങ്ങനെയാ കൊടുക്കേണ്ടത്? പാലിലോ പഴച്ചാറിലോ കൊടുക്കാം. പക്ഷേ കലക്കുമ്പോൾ സൂക്ഷിക്കണം. സുഭദ്ര എങ്ങാനും ഇങ്ങോട്ട് പരത്തോണ്ട് നോക്കിയേ. കുട്ടിമാമൻ ധൈര്യമായിട്ട് ചെല്ലി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നാ നീ പുറത്തേക്ക് എനിക്ക്. ഞാൻ പുറത്തു നിന്നോ? പാലെടുത്ത് നേരെ മുമ്പിൽ വയ്ക്കുക. പൊതിയടിച്ച് 3 സ്പൂൺ പൊടി പാലിലിടുക. എന്നിട്ട് ഇടത് കൈ ഇടത് കാതിൽ പിടിച്ച് വലത്തെ കൈ കൊണ്ട് 3 പ്രാവശ്യം വലത്തോട്ട് കറക്കി തിരിച്ചൊരു പ്രാവശ്യം ഇടത്തോട്ട് കലക്കി നിർത്തുക. ഇളക്കിക്കഴിഞ്ഞാൽ വലത് കൈ കൂടെ വലത് കാതിൽ വെച്ച് പാലിരിക്കുന്നതിന് നേരെ കുനിഞ്ഞ് നമസ്കരിക്കണം. ഭഗവതി, ഇതോടെ എന്റെ എല്ലാ ഇഷ്ടങ്ങളും സുഭദ്രയെ കൊണ്ട് സാധിപ്പിച്ചു തരണേ. എന്നിട്ട് പാലെടുത്ത് മാറ്റിവെച്ചതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് 2 ചെവിയിലും പിടിച്ച് കുനിഞ്ഞ് പ്രാർത്ഥിക്കണം. അയ്യോ അയ്യോ, ചതിച്ചു. നിന്നോട് ആര് പറഞ്ഞു പാലെടുത്ത് കുടിക്കാൻ?
നിങ്ങളെ രണ്ടിനെ ഇന്ന് ഞാൻ അയ്യോ ഇതെന്താ അയ്യോ അയ്യോ ഞാനല്ല കുട്ടിയാണ് അയ്യോ കുട്ടിയാണ് എന്നെ വിടല്ലേ അയ്യോ പിടിക്കുന്നത് എന്നെ പിടിക്കുന്നത് അയ്യോ കുട്ടിയാമ എന്നെ അടച്ചിട്ടോളെ അയ്യോ 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 അയ്യേ അയ്യേ